തംബ്നെയിൽ കണ്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് പോരുത്, ആദ്യം ഈ പാട്ടൊന്ന് കേട്ട് നോക്ക്. അതിലായിരം ഓർമ്മകളായി ഇനിയൊരു തുഞ്ചേരാ ലോകം മുന്നേ ഒരു കരലായി തിരുകയലായി മാറുമോ തീരം അതിലായിരം ഓർമ്മകളായി ഇനിയൊരു തുഞ്ചേരായി മാറിയോ ലോകം. ഇനി നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അന്നേരം കുറച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ മനസ്സിൽ കുറച്ച് പാട്ട് വരികളൊക്കെ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ നമ്മൾ മൂളിപ്പാട്ടും അങ്ങനെയൊക്കെ പാടാറല്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് വരികളൊക്കെ കിട്ടിയപ്പം ഞാനൊരു സോങ് എഴുതി. ഒരു സോങ് എഴുതുന്ന വെച്ചാൽ ജസ്റ്റ് ഒരു 4 വരി ഒരു സോങ് എഴുതിയിട്ട് ഞാനത് മ്യൂസിക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് നമ്മുടെ AI ഉപയോഗിച്ചുകൊണ്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്ത് മലയാളത്തിൽ എഴുതിയാലും അത് നമുക്കൊരു പാട്ട് പോലെ ആക്കി തരാൻ പറ്റും, നമുക്ക് ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ ആ AI ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻ്റലും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു പാട്ട് കിട്ടും. എങ്ങനെ വേണോ, നമുക്ക് വൈബ് വേണോ, ചില്ല് വേണോ, റാപ്പ് വേണോ, അങ്ങനെ കുറേ അധികം രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാനെങ്ങനെയാണ് ഈ പാട്ട് സെറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിലാണ്, ഞാൻ ഒട്ടും വൈപ്പിക്കുന്നില്ല, നമുക്ക് വരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് സെറ്റ് ചെയ്യാണ്ട് നമ്മളിവിടെ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അവിടെ suno.com എന്ന് അടിച്ചു കൊടുക്കും. സുനോ എന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സാധനം അവിടെ വന്നിരിക്കും. നമ്മൾ നേരത്തെ ഈ പാട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ suno.com ഓപ്പൺ ആക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പേരിൻ്റെ എസ് അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സാധനം ഫ്രണ്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു suno.comൻ്റെ സൈറ്റിലേക്ക് തന്നെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് കയറി കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഏകദേശം ഇച്ചിരി ലാഗൊക്കെ അടിക്കും, കാരണം നെറ്റ് ഇച്ചിരി ശോകമായിരുന്ന ടൈമിൽ. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത പാട്ടുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവർ ക്രിയേറ്റ് ചെയ്ത് അവർ അപ്ലോഡ് ചെയ്ത കുറേ പാട്ടുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ നമുക്കൊരു പാട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ സെൻട്രിൽ കാണുന്ന മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം കാണുന്ന ആ ഒരു ബോക്സിൽ നമുക്ക് അതിലെ വരികളും പിന്നെ രണ്ടാമത്തിനകത്ത് നമുക്ക് അതിൻ്റെ ഏത് മ്യൂസിക്, മെലഡിയാണോ റൊമാൻറ്റിക് ആണോ അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കൊടുത്ത് കുറച്ച് ടോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് ആ ഒരു പാട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കിയെടുത്ത പാട്ട് നമുക്ക് 2 രീതിയിലായിരിക്കും അവർ തരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ആൽബത്തിലോട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് എൻ്റെ ആൽബത്തിൽ സൈഡിൽ ആ ആൽബത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആൽബത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ അതിലേക്ക് കയറുമ്പോൾ എൻ്റെ ഡയറക്റ്റ് എൻ്റെ ആ ഒരു ആൽബത്തിലേക്ക് കയറും. അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ അധികം പാട്ടുകൾ ഞാനിങ്ങനെ ടെസ്റ്റ് അടിച്ചത് അതിൽ കാണുന്നത്. ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ആ തീരം എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ കേട്ടതാണ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയത്. അത്യാവശ്യം നല്ലപോലെ പാട്ടൊക്കെ എഴുതാൻ അറിയുന്നവരാണെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റിലിക്സൊക്കെ വെച്ച് നല്ല ഒരു കോമ്പിനേഷൻ മ്യൂസിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സാധനം തന്നെ ശരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ആകുമ്പോൾ അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ നമ്മൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ എഴുതിയ വരി അല്ലാതെ വേറെ ഒരു വഴക്കമില്ലാത്ത പോലൊക്കെ തോന്നിക്കാം. പക്ഷേ ഏകദേശം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് സെറ്റാക്കി കിട്ടും. പിന്നൊരു പോരായ്മയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പം നമുക്ക് 10 പാട്ട് വരെ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്തിലേക്ക് ആഡ് ചെയ്തൊക്കെയാണ് നമുക്ക് പിന്നെ പാട്ടൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു പോരായ്മ, ബാക്കിയെല്ലാം നമ്മുടെ സെറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടേതായ ഐഡിയ വെച്ചിട്ട് നമ്മുടേതായ വരികൾ വെച്ചിട്ട് നമുക്ക് അടിപൊളി പാട്ട് അത് ഏത് രീതിയിലുള്ളത് വേണമെന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങളതായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാട്ടാകുമ്പോൾ കേൾക്കാനൊരു പ്രത്യേക ഒരു ഗുമ്മൊക്കെ കാണും, അത് വേറൊരു കാര്യം. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പാട്ടുകൾ നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടേതായ വരികളിൽ. അത് നമ്മളിപ്പോൾ എന്ത് എഴുതിയാലും അത് പാട്ടായി കിട്ടുമെങ്കിലും അതിൻ്റെതായ ഒരു രീതിയിൽ ഒരു ഈണത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് അടിപൊളി സാധനം തന്നെ കിട്ടിയിരിക്കും. എന്തായാലും മാറുമോ ഈ തീരനുരില ഓർമാരുല